നമസ്കാരം എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സൂട്ട്സ് ആണ്. നിങ്ങളെ എന്തിനോ വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എനർജിയാണ് നിങ്ങളിൽ കാണുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളെ മൈൻഡ് ഇപ്പോൾ വളരെ പീസ്ഫുൾ, ഒരു സമാധാനത്തിൽ പോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാർഡ്സിൻ്റെ ഇത് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു വേക്കപ്പ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം വേദന, ഒരു ചതി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്റിൽ നിങ്ങൾക്ക് 7 ഓഫ് സോർട്സ് പറയുന്നത് വലിയൊരു ചതി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ, നിങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ചതി നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ അങ്ങനെ വലിയൊരു ചതി നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നാൽ ഒരു പഴയ കാര്യങ്ങളിൽ ഓർത്ത് കുറേ നാൾ ആ ഒരു ചതി ലഭിച്ചതിനെ കുറിച്ച് ഓർത്തിട്ടൊക്കെ വേദനിച്ചൊക്കെ നിന്നിരുന്നു. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്ത് തന്നെ ഒരു ശരിയായ രീതിയിലല്ലാതെ, നിങ്ങളൊരു നല്ലൊരു ജോലി ചെയ്യാൻ സാധിക്കാതെ, നിങ്ങൾ സാമ്പത്തികമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ചതിയിലൂടെ നിങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടം, ആരോഗ്യ നഷ്ടം, അങ്ങനെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്റിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപോ ഈ അടുത്ത അവസരങ്ങളിലോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വലിയ ചതിയും, റിലേഷൻഷിപ്പിൽ വലിയൊരു ചതി നിങ്ങളുടെ പാർട്ണറിൽ നിന്നിട്ട്, ഒന്നുകിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിരിക്കാം, അങ്ങനെ ആരായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ചതി അവരിൽ നിന്നിട്ട് ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരുപാട്, അതോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ, നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെയായി, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായി, അങ്ങനെ കുറേ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് അടുത്തോ അല്ലെങ്കിൽ ഈ അവസരത്തിലോ നിങ്ങളിലേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഈ വ്യക്തി തന്നെ ആയിരിക്കാം, ഈ ചതിച്ച വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി. കൂടുതൽ പേർക്കും പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രണയവുമായിട്ട്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയവുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഈ വ്യക്തി ഓൾറെഡി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യക്തി വരുന്നു എന്നാണ് പറയുന്നത്. പ്രസൻറ്റിൽ ഇപ്പോൾ ഈ ഒരു അവസരങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ദി ചാരിറ്റി പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നങ്ങളാണ് വരുന്നത്. ആ ഒരു ലൈഫിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് യോജിച്ച് പോകാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ശരിയാവാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് നിങ്ങൾ ഈ പാസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയ പ്രഹരം നിങ്ങൾക്ക് പുതിയൊരാളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ശരിയായ രീതിയിലല്ലാത്ത രീതിയിൽ രണ്ടു പേർക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് മുന്നോട്ട് പോകാനായിട്ടും ഒരു സാഹചര്യം ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു, ധാരാളം അവസരങ്ങൾ. അതായത് നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങളും, കരിയറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിലേക്ക് വേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഫ്യൂച്ചറിലേക്ക് വേണ്ടത്, അത് വെച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവസരങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് സഹായങ്ങൾ, മറ്റുള്ളവരിൽ നിന്നിട്ട് ധാരാളം സഹായങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും, ഈ പ്രസൻറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹവുമായിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത്. ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജി, അതായത് ഫുള്ള് 9 കപ്പും നിറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പ്രസൻറ്റിൽ. ചിലപ്പോൾ കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കാണാൻ പോകുന്നതായിരിക്കാം.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്, ഈ പുതിയ വന്നിട്ടുള്ള ആ ഒരു ചതിയിൽ നിന്നിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ദി ലവേഴ്സ്, അതൊരു യൂണിവേഴ്സ് ബ്ലെസ്സിങ്ങിനോട് കൂടിയ ഒരു സോൾ കണക്ഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആ ഒരു സോൾ കണക്ഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ നല്ല സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് പടുത്തുയർത്താനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇനി വരാനുള്ളത്. നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ വലിയ വേദനയിലും വലിയ പെയിൻ അനുഭവിച്ച് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ്, ആ കാർഡ് യൂണിവേഴ്സിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ലോങ് ടൈം നിങ്ങൾക്ക് വളരെ സ്നേഹം ലഭിക്കുന്ന, ആത്മാർത്ഥമായ സ്നേഹം ലഭിക്കുന്ന, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് വരുന്നത്. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം, ഇപ്പോൾ നിങ്ങളിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേയൊക്കെ നിങ്ങളുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ലോങ് ടൈമിൽ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ വിധി തന്നെ വളരെ വ്യത്യാസമായിട്ട്, നിങ്ങൾ കരഞ്ഞ് വളരെ വിഷമിച്ചിരുന്നിരുന്ന അവസ്ഥ, നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ളൊരവസ്ഥ, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയ അവസ്ഥ, ഇതെല്ലാം മാറി പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി നിങ്ങൾക്ക്, കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടി വരുന്നു. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി വിടാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ലോങ് ടൈമിൽ നിങ്ങളത് കൊണ്ടു നടക്കാനുള്ള ആ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പെയിനോ ആ ഒരു കാര്യങ്ങളോ ആ ഒരു ചീറ്റിങ്ങോ വെച്ചിട്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് പെരുമാറാതെ ഇരിക്കാനാണ് പറയുന്നത്. ആ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. ആ ആദ്യം കിട്ടിയിരുന്ന അനുഭവങ്ങളെയൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലൈഫായിരിക്കും. അത് നിങ്ങൾ വെട്ടിക്കളയുക. നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ, നിങ്ങൾക്കൊരു മിഥ്യാബോധം എപ്പോഴും ഉണ്ടാവും. ഇനിയും വരുന്നത് നിങ്ങളിപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനിയും വരുന്നവർ, ഇനിയും ഞാൻ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനൊരു പേടി നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു പേടി നിങ്ങളെ വല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ തോട്ട് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രതിഫലിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയെല്ലാം മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു ഫാമിലിയും സന്തോഷത്തോടുള്ള ഒരു ഫാമിലിയാണ് കാണുന്നത്. കുട്ടികളൊക്കെ സന്തോഷമായിട്ട്, ഹസ്ബൻഡ് വൈഫ് വളരെ ഹാപ്പി ആയിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് യൂണിവേഴ്സ് സമൃദ്ധമായിട്ട് നൽകാൻ പോകുന്നു എന്നാണ് 10 ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു ടാരറ്റ് കാർഡ് സ്പ്രെഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തൊരു വിട്ടേക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ തിങ്ക് ചെയ്ത് നെഗറ്റീവിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയകാലം നിങ്ങളിലേക്ക് വരട്ടെ. താങ്ക് യു.